ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരും സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം. നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം ശുക്രൻ്റെ രാശിചാരമാകുന്നു. ശുക്രൻ ജ്യോതിഷത്തിൽ അസുരാചാര്യനാകുന്നു. സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമി. ഭൃഗുവിൻ്റെ പുത്രനാകുന്നു ഭാർഗവൻ ശുക്രൻ. സർവശാസ്ത്ര പ്രവക്താരം, എല്ലാ ശാസ്ത്രത്തിനെയും പറ്റി വിശേഷമായി പറയുവാൻ കഴിയുന്ന ഒരു കഴിവുള്ള ഗ്രഹമാകുന്നു ജ്യോതിശാസ്ത്രത്തിൽ ശുക്രൻ, അസുരാചാര്യനായ ശുക്രൻ. യഥാർത്ഥത്തിൽ രണ്ട് ആചാര്യന്മാരാണ് ജ്യോതിഷ വിഷയത്തിൽ നാം ചർച്ച ചെയ്യുന്നത്. ഒന്ന് ദേവാചാര്യനായ വ്യാഴം, മറ്റൊന്ന് അസുരാചാര്യനായ ശുക്രൻ. വ്യാഴം ആത്മീയമായ സുഖത്തെ പ്രദാനം ചെയ്യുന്നു. ശുക്രനാകട്ടെ എ പ്യുവർലി മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ്, ഭൗതികമായ സുഖം മാത്രം. അവിടെ വാഹനം, ആഡംബരങ്ങൾ, സുഖഭോഗങ്ങൾ, നല്ല വസ്ത്രങ്ങൾ, നല്ല ശയ്യ, സ്ത്രീകൾ, ഭാര്യ, രതിസുഖങ്ങൾ, ഇതൊക്കെ ശുക്രനെ കൊണ്ടാകുന്നു നാം ജ്യോതിഷത്തിൽ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള അസുരാചാര്യനായ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു. ആ ശുക്രനിതാ ചാരവശാൽ ഇന്ന് മകരരാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കിവിടെ ചിന്തിക്കണം, മകരരാശിയിലെ ശുക്രൻ്റെ ശുഭാശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന്. കഴിഞ്ഞ ദിനം വരെ ശുക്രൻ ശത്രു ക്ഷേത്രമായ വ്യാഴത്തിൻ്റെ ധനുരാശിയിലായിരുന്നു. ആ ശുക്രനാണിന്ന് തൻ്റെ സുഹൃത്തായ ശനിക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഇവിടെ ധനുവിനേക്കാളും ശുക്രന് അനുകൂലമായ രാശിയാകുന്നു മകരം. നമുക്കിവിടെ ചിന്തിക്കാം, ഈ മകരത്തിലേക്കുള്ള ഈ ശുക്രൻ്റെ പ്രയാണത്തിൽ എത്രത്തോളം ശുഭാശുഭ ഫലങ്ങൾ ഓരോ രാശിക്കാർക്കും അനുഭവിക്കാൻ ഇടയുണ്ടെന്ന്. പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ശുക്രൻ മകരൻ രാശിയിലേക്ക് നിൽക്കുന്നത് 2024 ഡിസംബർ 28 വരെയാണ്. ഡിസംബർ 28 രാത്രി 11 മണിയോടുകൂടെ ശുക്രൻ കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കും. മകരവും കുംഭവും രണ്ടും ശനിക്ഷേത്രമാകുന്നു. അവിടെ ശുക്രന് പ്രായണ ബലം കൂടുതലാണ്. ധനുരാശിയിൽ നിൽക്കുന്ന ശുക്രനേക്കാളും കൂടുതൽ ബലം ഇവിടെ മകരത്തിലും കുംഭത്തിലും വരുന്ന ശുക്രന് അനുഭവപ്പെടുന്നതാണ്. 2024 ഡിസംബർ 28, അതായത് 1200 ധനുമാസം 13 വരെയാണ് ശുക്രൻ മകരൻ രാശിയിലേക്ക് നിൽക്കുന്നത്. നമുക്ക് ഓരോ രാശിക്കാരുടെയും ഈ ശുക്രൻ്റെ കാലത്തുള്ള ശുഭാശുഭ ഫലങ്ങളെപ്പറ്റി ചിന്തിക്കാം. പ്രിയമുള്ള പ്രേക്ഷകർ, അടുത്തായി നാം ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ്. ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ മകരൻ രാശിക്കാർക്ക് ശുക്രൻ 2 ഭാവങ്ങളുടെ ആധിപത്യമാണ്. 5ാം ഭാവാധിപത്യം, അതേ രീതിയിൽ കർമാധിപത്യം, തൊഴിലിനെ ചിന്തിക്കേണ്ടുന്ന അവസ്ഥ. 5ാം ഭാവം എന്നാൽ തൻ്റെ സന്താനഭാവമാണ്, തൻ്റെ ബുദ്ധിയാണ്, തൻ്റെ പ്രതിഭയാണ്, പൂർവികമായ പുണ്യങ്ങളാണ്. 10ാം ഭാവം എന്നാൽ എല്ലാ രീതിയിലുള്ള കർമ്മങ്ങൾ, തൊഴിൽ, തൻ്റെ തൊഴിലാളികൾ, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവവുമാകുന്നു. അതിനാൽ മകരൻ രാശിക്കാർക്ക് ശുക്രൻ്റെ ചാരവശാലുള്ള മാറ്റം വളരെ അനുകൂലമാണ്. നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുവാനുള്ളൊരു വലിയ യോഗം കൈവരുന്നു. യാത്ര ചെയ്യുവാനുള്ള സൗഭാഗ്യങ്ങൾ വരുന്നു. തനിക്ക് സന്താന ശ്രേയസ്സിൻ്റെ ഏറ്റവും നല്ല സമയമാകുന്നു. തനിക്ക് സന്താനങ്ങൾ, അതുമായി ബന്ധപ്പെടുന്ന അനുഭവങ്ങൾ ലഭിക്കും. വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും. വിവാഹം കഴിഞ്ഞാണ് സന്താനം. അതിനാൽ നല്ല സൗഹൃദത്തിലൂടെ അത് വിവാഹത്തിലെത്തുക, പുതിയ പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തുവാൻ ഈ ഡിസംബർ 28 വരെയുള്ള ദിനങ്ങൾ വളരെ അനുകൂലമാണ്. അതേ രീതിയിൽ വിവാഹം കഴിച്ച ദമ്പതികൾക്ക് സന്താന ശ്രേയസ് അനുഭവിക്കാം. നല്ല ആഡംബരം, നല്ല വസ്ത്രം, നല്ല വാഹനം, ഇതൊക്കെ ലഗ്നത്തിലുള്ള ശുക്രൻ തനിക്ക് നൽകുന്നതാണ്. സ്മരനിപുണ സുഖി എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് ഹോരാചാര്യർ. സ്മരനിപുണ, കാമകലകളിൽ നിപുണമാകും. ഇതൊക്കെയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാര്യങ്ങൾ. സുഖി, സുഖം മസ്യ അസ്ഥിതി സുഖി, തനിക്ക് എല്ലാ രീതിയിലുള്ള മെറ്റീരിയലായ ഭൗതികമായ സുഖങ്ങൾ, അവിടെ ആത്മീയമായ സുഖത്തിന് പ്രാധാന്യമില്ല. ഇവിടെ സ്ത്രീകളെ താൻ ജയിക്കുമെന്നാണ്. പലപ്പോഴും താൻ ആഗ്രഹിച്ച സ്ത്രീയെ തൻ്റെ പങ്കാളിയാക്കാൻ, അല്ലെങ്കിൽ തൻ്റെ ഇണയാക്കാൻ, അതുമല്ലെങ്കിൽ തനിക്ക് പ്രണയത്തിൽ തൻ്റെ അധീനതയിൽ കൊണ്ടുവരുവാൻ ഈ ശുക്രൻ തനിക്ക് നല്ല വസ്ത്രം ധരിച്ചും നല്ല ആക്ഷൻ കാണിച്ചും ഒക്കെ തന്നെ ഒരു നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ്. സമീചീനമംഗം സമീചീന സംഘം,
സമീചീനമായ അംഗം, ശരീരമുണ്ടാവുക, കുഴപ്പമില്ലാത്ത രോഗമില്ലാത്ത ഒരു ശരീരം, അത് നമുക്ക് എക്സ്പ്രസീവ് ആവുന്ന സമയമാണ്. നല്ല സൗഹൃദങ്ങളുണ്ടാകും, പുതിയ വ്യക്തിബന്ധങ്ങളുണ്ടാകും. ശുക്രൻ വ്യക്തിബന്ധങ്ങളുടെ ഗ്രഹമാണ്. സമീചന ബഹു അങ്കനാഭോഗയുക്ത, നല്ല സുന്ദരികളായ സ്ത്രീകൾ തൻ്റെ സൗഹൃദത്തിൽ വരുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. സമീചീന ശർമ്മ സമീചീന കർമ്മ, നല്ല ജോലി, നല്ല സുഖം. അങ്ങനെയാണ് സമീചന ശുക്രോ യഥാ ലഗ്നവർത്തി, ലഗ്നത്തിൽ നിൽക്കുന്ന ശുക്രൻ തനിക്ക് പ്രദാനം ചെയ്യുന്നത്. അതിനാൽ എല്ലാ ഭൗതിക സുഖങ്ങളുടെയും പൂർണ്ണത തരുന്ന ശുക്രൻ ഈ മകരൻ രാശിക്കാർക്ക് വളരെയധികം ഗുണപരമായി വർത്തിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശി പ്രേക്ഷകർ, ശോഭനമായ ഡിസംബർ 28 വരെയുള്ള നല്ല ദിനങ്ങൾ ശുക്രൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ഈ ഒരു വാരത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടായി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ കുംഭൻ രാശിക്കാരിൽ ശുക്രൻ നിൽക്കുന്നത് 12ാം ഭാവത്തിലാണ്. 12ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളും നിന്നാൽ അത്ര ശുഭമല്ല. കാരണം 12ാം ഭാവം പാപഭാവമാകുന്നു, ചെലവാകുന്നു, നരകമാകുന്നു. വാമം അമ്പകം ഇടത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന രോഗവിഷയമാകുന്നു, സ്ഥാനഭ്രംശമാകുന്നു, വൈകല്യമാകുന്നു. അവിടെ ശുക്രൻ നിൽക്കുന്നത്, അവിടെ ഏത് ശുഭഗ്രഹവും പാപഗ്രഹവും വന്നാൽ അത്ര ഗുണമല്ല. പക്ഷേ ശുക്രൻ ആ ഭാവത്തിൽ വന്നാൽ ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലം സധനോന്ത്യേ, താൻ ധനത്തോടു കൂടിയിരിക്കുമെന്നാണ്. സാമ്പത്തികമായ പല വിഷയങ്ങളിലും തനിക്ക് വളരെ അനുകൂലമായ സമയം വരും. പക്ഷേ അതേ രീതിയിൽ അത് ധാരാളം ചെലവാക്കപ്പെടുകയും ചെയ്യും. ഈ ഒരു ഡിസംബർ 28 വരെയുള്ള ദിനങ്ങളിൽ തനിക്ക് കർമ്മമേഖലയിലായാലും സന്താന വിഷയത്തിലായാലും ധാരാളം കാശുകൾ ചെലവഴിക്കേണ്ടുന്ന അവസരമായിരിക്കും. താൻ ധാരാളം കാശുണ്ടാക്കും, അത് അന്യായമായ രീതിയിൽ തൻ്റെ കൈവശത്ത് നിന്നും നഷ്ടപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ. പൂർവികമായ സ്വത്ത് തന്നെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുക, അതേ രീതിയിൽ പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിലേക്ക് ചതിവിൽപ്പെടുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, യാത്ര പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. തൻ്റെ വീട് ബന്ദവസ്ഥാക്കി വച്ചില്ലെങ്കിൽ തനിക്ക് സ്വർണം നഷ്ടപ്പെടും, ധനം നഷ്ടപ്പെടും. അതേ രീതിയിൽ സ്ത്രീ സൗഹൃദങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം. അനാവശ്യമായ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുക, അത് പുരുഷ സൗഹൃദമായാലും സ്ത്രീ സൗഹൃദമായാലും. അത് കർമ്മമേഖലയിൽ ധാരാളം ശത്രുക്കൾ ഉണ്ടാവും. കർമ്മമേഖലയിൽ അപഖ്യാതികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടി വരും. സ്ത്രീകളെ കൊണ്ട് തനിക്ക് ദോഷമാണ് ഉണ്ടാവുക, ഗുണമല്ല. അതിനാൽ സ്ത്രീ സൗഹൃദങ്ങൾ, പ്രണയങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ആ പ്രണയത്തിലൂടെ തനിക്ക് ദുഃഖവും ക്ലേശങ്ങളും മാനസികമായ ആഘാതങ്ങളും പേരുദോഷങ്ങളും ഉണ്ടാക്കും ശുക്രൻ. കുനാരികളുമായി രതിയുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര നല്ലതല്ലാത്ത സ്ത്രീകൾ, ചീത്ത സ്ത്രീകളുമായി ചില രതികൾ, സൗഹൃദങ്ങൾ, അതിലൂടെ അനാവശ്യമായ വിവാദങ്ങൾ, ദാമ്പത്യത്തിലുണ്ടാകുന്ന ക്ലേശങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. വാഹനങ്ങൾ വാങ്ങുവാൻ ഡിസംബർ 28 വരെ അനുകൂലമല്ല കുംഭൻ രാശിക്കാർ. ഈ വാഹനാപകടത്തിൻ്റെ സമയമാണ്. അതിനാൽ വളരെയധികം 2 വീലർ അല്ലെങ്കിൽ 4 വീലർ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഡിസംബർ 15 വരെ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പകൽ യാത്രയിൽ പോലും ശ്രദ്ധിക്കുക. പൂർവികമായ സ്വത്ത് ഞാൻ സൂചിപ്പിച്ചു. അതേ രീതിയിൽ ധർമ്മദൈവ പ്രീതി ചെയ്യണം. ഭഗവതിയാണെങ്കിൽ അവിടെ എല്ലാ വെള്ളിയാഴ്ചകളും നാം പോയി വിളക്കിലേക്ക് എണ്ണ തിരി ചെയ്യുക. ഇനി വടക്കൻ മലബാറിൽ ഉത്സവത്തിൻ്റെ സമയമാകുന്നു. അതിനാൽ നന്നായി ധർമ്മദൈവ സങ്കേതങ്ങളിൽ അന്നദാനം ചെയ്യണം. വിളക്കിലേക്ക് എണ്ണ കൊടുക്കുക, അന്നദാനം ചെയ്യുക. ഇതൊക്കെ ചെയ്ത് ഈ ശുക്രൻ്റെ 12ാം ഭാവത്തിലുള്ള സ്ഥിതിക്ക് ഒരു പരിഹാരം കാണുന്നത് വളരെയധികം നല്ലതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു ശോഭനമായ ഡിസംബർ 28 വരെയുള്ള നല്ല ദിനങ്ങളെ പ്രാർത്ഥിക്കുന്നു. കുംഭൻ രാശിക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മീനം രാശിക്കാരുടെ ഈ ഒരു ഡിസംബർ 28 വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. പുരൂരുട്ടായി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു. ഇവിടെ പുരൂരുട്ടായി നക്ഷത്രക്കാർക്ക് ശുക്രൻ 2 ഗ്രഹങ്ങളുടെ ആധിപത്യമാകുന്നു. 3ാം ഭാവാധിപത്യം, തൻ്റെ സഹായികൾ, സഹോദരങ്ങൾ, ഇവരെ കൊണ്ട് ചിന്തിക്കണം. അതേ രീതിയിൽ തൻ്റെ രോഗാദി അരിഷ്ടതകൾ, അഷ്ടമഭാവത്തെയും ചിന്തിക്കണം. പക്ഷേ ശുക്രൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ്. 11ാം ഭാവത്തിൽ നിൽക്കുന്നു ശുക്രൻ. 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ വളരെയധികം ശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നതാണ്. അത് ലാഭഭാവമാകുന്നു. ശുക്രൻ ലാഭത്തെ പ്രദാനം ചെയ്യുന്നു. അത് വിവാഹ വിഷയമായാലും സന്താന വിഷയമായാലും, അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ സഹോദരങ്ങൾ അല്ലെങ്കിൽ അവരുടെ മക്കൾക്കുണ്ടാകുന്ന വിവാഹങ്ങൾ, ഇതൊക്കെ ചിന്തിക്കണം. പലപ്പോഴും സ്വർണം വാങ്ങുവാൻ പോവുക, അല്ലെങ്കിൽ ആഡംബരങ്ങളായ വസ്ത്രങ്ങളോ ഈ മേൽപ്പറഞ്ഞ ആഭരണങ്ങളോ വാങ്ങാൻ പോവുക, അതിൽ തൻ്റെ പ്രാധാന്യം കൈവരുന്നു 11ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ. സന്താനങ്ങൾ ഉണ്ടാകാം,
അല്ലെങ്കിൽ പ്രായമുള്ള മാതാപിതാക്കൾക്ക്, മുത്തച്ഛനും മുത്തശ്ശിക്കും ചെറുമക്കൾ ഉണ്ടാകാം. പല രീതിയിലുള്ള വരുമാനങ്ങൾ ലഭിക്കുവാനുള്ള ഗ്രഹമാകുന്നു ശുക്രൻ. അതിനാൽ ഈ ശുക്രനെ കൊണ്ട് നല്ല ചില നന്മകൾ മീനൻ രാശിക്കാർക്ക് ഈ ദിനങ്ങളിൽ ഉണ്ടാകുന്നതാണ്. അതിനുവേണ്ടി പ്രയത്നിക്കണം. തൻ്റെ കർമ്മമേഖലയിൽ തനിക്ക് വളരെയധികം പ്രാധാന്യം വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു രാജതുല്യമായ അവസ്ഥ, നല്ല രൂപം, നല്ല വസ്ത്രം ധരിക്കുക, പ്രാധാന്യം തനിക്ക് സമൂഹത്തിൽ കൈവരിക, കർമ്മമേഖലയിൽ കൈവരിക. ലസൽ കീർത്തി സത്യാനുരാഗം ഗുണാഢ്യം മഹായോഗം ഐശ്വര്യയുക്തം സുശീലം. നല്ല ശീലത്തോടു കൂടി ഇരിക്കുക, നല്ല യോഗങ്ങൾ ഉണ്ടാവുക, സദ്ഗുണസമ്പന്നനും സത്യസന്ധനുമായി മറ്റുള്ളവർ തന്നെ പുകഴ്ത്തുക അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുക. അതിനാൽ സമാജത്തിലും സമൂഹത്തിലുമൊക്കെ തന്നെ ഉന്നത പദവിയിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക്, മീനൻ രാശിക്കാർക്ക്, ഇന്നവർക്ക് ചാരവശാൽ വ്യാഴം 3-ലാണ് എങ്കിലും ഈ ശുക്രൻ്റെ വരവ് നല്ല ചില നന്മകളെ പ്രദാനം ചെയ്യും. സമൂഹത്തിൽ തനിക്കൊരു സ്റ്റാറ്റസ് നിലനിർത്തുവാൻ സഹായിക്കും ഈ ശുക്രൻ. എല്ലാ പ്രിയപ്പെട്ട മീനൻ രാശിക്കാർ നല്ല ശോഭനമായ ഒരു ഭാവി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.